ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മലയാളീസ് ടോക്സ്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BA&BSc മലയാളത്തിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ പാർട്ട് 1-ൽ A സെക്ഷനിലെ 15 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് B and C സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്. എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. B സെക്ഷനിൽ 16ാമത്തെ ചോദ്യം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 16ാമത്തെ ചോദ്യം: മനുഷ്യൻ്റെ ധനാർത്ഥിയെ പൂന്താനം വിമർശന വിധേയമാക്കുന്നതെങ്ങനെ? പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന എന്ന കവിത സാമൂഹ്യ അവസ്ഥയ്ക്ക് നേരെയുള്ള ഒരു വിമർശന കവിതയാണ്. എന്തും കച്ചവടം ചെയ്ത് ലാഭം കൊയ്യുക, പണം സമ്പാദിക്കാൻ വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യുക, പണം എത്ര കിട്ടിയാലും മതിയാവാത്ത അവസ്ഥ, 10 കിട്ടിയാൽ 100 വേണം, 100 കിട്ടിയാൽ 1000 വേണം, 1000 കിട്ടിയാൽ 10000 വേണമെന്നുള്ള മനുഷ്യൻ്റെ ആർത്തിയെക്കുറിച്ചിട്ടാണ് ഈ ഒരു കവിതയിലൂടെ നമ്മുടെ പൂന്താനം വിമർശന വിധേയമാക്കുന്നത്. 17ാമത്തെ ചോദ്യം: രാമനെ നിത്യം ദശരഥൻ എന്നുള്ളിൽ ആമോദമോട് നിരൂപിച്ചു കൊള്ളണം. ഈ വരികളുടെ പ്രാധാന്യം വിലയിരുത്തുക. ഈ ചോദ്യം വന്നിരിക്കുന്നത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ നിന്നെടുത്തിട്ടുള്ള ലക്ഷ്മണ സാന്ത്വനം എന്ന കവിതയിൽ നിന്നാണ്. വനവാസത്തിന് വേണ്ടി പുറപ്പെടുന്ന രാമനും സീതയ്ക്കും തുണയായി പോകുന്ന ലക്ഷ്മണന് സുമിത്ര നൽകുന്ന ഉപദേശമാണ് ഈ കവിതയിലൂടെ വിവരിച്ചിരിക്കുന്നത്. രാമനെ അച്ഛനായ ദശരഥനായും ജ്യേഷ്ഠ ഭാര്യയായ സീതയെ അമ്മയായും വനത്തെ അയോധ്യയായും കാണണം എന്നതായിരുന്നു അമ്മയുടെ ഉപദേശം. 18ാമത്തെ ചോദ്യം: നാടൻ പാട്ടിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? ഉത്തരം: അജ്ഞാത കർതൃകം, വാമൊഴിയിലൂടെ പ്രചാരം, ലളിതമായ ഭാഷ, പാഠഭേദം, മൂലപാഠമില്ല, കൂട്ടായ്മയുടെ സൃഷ്ടി എന്നിവയൊക്കെയാണ് ഈ ഒരു നാടൻ പാട്ടിൻ്റെ സവിശേഷതകളായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് കാണുക. നാടൻ പാട്ടുകളെക്കുറിച്ചും അവയുടെ സവിശേഷതകളെക്കുറിച്ചും എല്ലാം വ്യക്തമായി തന്നെ ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 19ാമത്തെ ക്വസ്റ്റ്യനാണ്. മറിയക്കുട്ടിയുടെ കത്ത് എന്ന കത്തുപാട്ടിൻ്റെ സാമൂഹിക പ്രസക്തി വിലയിരുത്തുക. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം: പുലിക്കോട്ടിൽ ഹൈദറിൻ്റെ മറിയക്കുട്ടിയുടെ കത്തുപാട്ട് എന്ന മാപ്പിളപ്പാട്ടിൽ നിന്നാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുസ്ലിം സമൂഹം നേരിട്ട അരക്ഷിതാവസ്ഥ ഈ ഒരു പാട്ടിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. കലാപവുമായി ബന്ധപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട ഹസൻകുട്ടിയുടെ ഭാര്യ മറിയക്കുട്ടി, ഭാര്യയെക്കുറിച്ച് കേട്ട അപവാദങ്ങൾ വിശ്വസിക്കുന്ന ഹസൻകുട്ടി, തൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്താൻ വേണ്ടി മറിയക്കുട്ടി എഴുതിയ കത്താണ്. സാമൂഹികമായ ജീർണതയും പുരുഷൻ്റെയും സമൂഹത്തിൻ്റെയും ക്രൂരതയ്ക്ക് ഇരയാകുന്ന സ്ത്രീയുടെ ജീവിതാവസ്ഥയും എല്ലാം ഈ ഒരു കത്തുപാട്ടിലൂടെ വിശദീകരിക്കുന്നുണ്ട്. 20ാമത്തെ ചോദ്യം: നമ്മൾ മനുഷ്യരല്ലേ, മണ്ണുകൊണ്ടുണ്ടാക്കിയതല്ലല്ലോ. ഈ വാക്കുകളുടെ പൊരുളും പ്രസക്തിയും വിശദമാക്കുക. ഉറൂബിൻ്റെ രാച്ചിയമ്മ എന്ന കഥാപാത്രം ശക്തയായ ഒരു സ്ത്രീ കഥാപാത്രമാണ്. കഥാനായകന് പകർന്നു നൽകുന്ന സാന്ത്വനവും സൗഹൃദവും, കഥാനായകന് രാച്ചിയമ്മയോട് തോന്നുന്ന അഭിനിവേശവും, കഥാനായകൻ സഹോദര തുല്യനാണെന്ന രാച്ചിയമ്മയുടെ വെളിപ്പെടുത്തലും എല്ലാം ഈ കഥയിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വർഷങ്ങൾക്കു ശേഷം അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ രാച്ചിയമ്മയുടെ മനസ്സിനുണ്ടായ മാറ്റം, അതായത് സൗഹൃദം ഒരു പ്രണയമായി മാറുന്നത് നമുക്കതിലൂടെ കാണാം. ആ മാറ്റത്തെ സൂചിപ്പിക്കുന്ന രാച്ചിയമ്മയുടെ വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 21ാമത്തെ ചോദ്യം: ആളുകളുടെ ഈ സംശയം കാരണം ഞാൻ നല്ല പോലൊരു ആത്മപരിശോധന നടത്തി നോക്കി. ആര്? സന്ദർഭം വ്യക്തമാക്കുക. കെ സരസ്വതി അമ്മയുടെ ഡബിൾ ആക്ട് എന്ന കഥയിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. സീത എന്ന കഥാപാത്രമാണ് ഇങ്ങനെ പറയുന്നത്. സുധീരൻ നായരോടുള്ള തൻ്റെ സൗഹൃദത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും വിമർശനങ്ങളും അവൾ സ്വയം ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കി. സുധിയോടുള്ള സ്നേഹത്തിൽ മുക്കാലും വാത്സല്യവും ബാക്കി സൗഹൃദവുമാണ്. പ്രേമിക്കാൻ തോന്നാത്ത ഒരത്ഭുത സൃഷ്ടിയാണ് താൻ എന്ന തോന്നലാണ് സീതയ്ക്കുള്ളത്. 22ാമത്തെ ചോദ്യം: ഒരുത്തിക്കും ഇമ്മാതിരി വിധി കൊടുക്കല്ലേ പടച്ചോനെ, ഈ സൂക്കേട് കൊടുക്കല്ലേ റബ്ബേ, എൻ്റെ മക്കളെ കാക്കണേ തമ്പുരാനെ. ഈ വാക്കുകളിൽ നിഴലിക്കുന്ന മാനസിക സംഘർഷവും ധർമ്മസങ്കടവും വിവരിക്കുക. NP മുഹമ്മദിൻ്റെ ഉള്ളുരുക്കം എന്ന കഥയിൽ നിന്ന് വന്ന ചോദ്യമാണിത്. ഉമ്മ എന്ന കഥാപാത്രത്തിൻ്റെ വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കുഷ്ഠരോഗം ബാധിച്ച മൂത്താപ്പയും അമ്മായിയും, തൻ്റെ കുടുംബാംഗങ്ങൾക്ക് രോഗം പകരുമെന്ന ഭയമാണ് ആ ഉമ്മയ്ക്കുള്ളത്.
രോഗാവസ്ഥ നൽകുന്ന സാമൂഹികമായ ഒറ്റപ്പെടൽ നമുക്ക് ഈ കഥയിലൂടെ കാണാൻ സാധിക്കും. അതിലൂടെ ആ വീട്ടുകാർക്കുണ്ടാകുന്ന മാനസികമായ സംഘർഷവും അന്യവൽക്കരണവും എല്ലാം വളരെ വ്യക്തമായി തന്നെ ഈ കഥയിലൂടെ കഥാകൃത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. 23ാമത്തെ ചോദ്യം, സംഘർഷഭരിതമായ സ്ത്രീ മനസ്സിനെ ആവിഷ്കരിക്കുന്ന കഥയാണ് ഗരേബായിരെ, വിശദമാക്കുക. ഈ ചോദ്യം ഗീതാ ഹിരണ്യൻ്റെ ഗരേബായിരെ എന്ന കഥയിൽ നിന്ന് വന്നതാണ്. ഒരേ സമയം 2 ലോകങ്ങളിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു വീട്ടമ്മയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. വീട്ടിലെ ഒറ്റപ്പെടലിൽ നിന്ന് ആശ്വാസം തേടി വിവാഹേതര ബന്ധത്തിൽ പെട്ടുപോകുന്നൊരവസ്ഥയാണ്. കാമുകൻ്റെ വഞ്ചന തിരിച്ചറിഞ്ഞിട്ടും നിരസിക്കാനോ തിരിച്ചു പിടിക്കാനോ ആവാത്ത ധർമ്മസങ്കടം, പങ്കുവയ്ക്കാൻ ആരുമില്ലാത്തതിൻ്റെ ദുഃഖം, ഒന്നും പുറത്ത് കാണിക്കാതെ കുടുംബത്തിലെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുകയാണ് ആ വീട്ടമ്മ. തനിക്കൊരു മനസ്സുണ്ടെന്നും സ്നേഹവും ലാളനയും കൊതിക്കുന്ന ഹൃദയമുണ്ടെന്നും തിരിച്ചറിയാത്ത കുടുംബാംഗങ്ങളാണ് അവരുടെ കൂടെയുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കഥയിൽ വരുന്ന പ്രധാന പോയിൻറ്റ്സുകൾ. ഇതോടുകൂടി ബി സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി സി സെക്ഷനാണ്, എസ് എ ക്വസ്റ്റ്യൻ്റെ സെക്ഷനാണ്. 24ാമത്തെ ചോദ്യം മുതലാണ് സി സെക്ഷൻ തുടങ്ങുന്നത്. 24ാമത്തെ ചോദ്യം, ചെറുശ്ശേരി കവിതയുടെ സവിശേഷതകൾ കാളിയമർദ്ദനം എന്ന പാഠഭാഗത്തെ മുൻനിർത്തി വിലയിരുത്തുക. ചെറുശ്ശേരിയുടെ കൽപ്പനാ വൈഭവത്തെ അതിൻ്റെ പരകോടിയിൽ പ്രതിഷ്ഠിക്കുന്നത് അലങ്കാര പ്രയോഗത്തിൻ്റെ ഔചിത്യപൂർണമായ ചേർച്ചയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു കവിതയിൽ അലങ്കാരങ്ങളുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു വിഭാഗം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വർണ്ണനയ്ക്ക് ഒരുപാട് പ്രാധാന്യം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ആ വിഷയത്തിൽ തൻ്റെ മുൻഗാമികളെ പോലും അതിശയിപ്പിക്കുന്ന ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ ചമ്പു കൃതികളെ പോലും പിന്നിലാക്കുന്നു എന്നാണ് പറയുന്നത്. മഹാകവി ഉള്ളൂര് കൃഷ്ണഗാഥയുടെ ഏറ്റവും വലിയ സവിശേഷതയായി കണക്കാക്കുന്നത് വർണ്ണനാ പാടവത്തെയാണ്. നിങ്ങൾ കാളിയമർദ്ദനം എന്ന കവിതയുടെ ആശയം എഴുതുന്നതിനോടൊപ്പം തന്നെ ചെറുശ്ശേരിയുടെ ഈ സവിശേഷതകൾക്ക് കൂടി പ്രാധാന്യം കൊടുത്ത് വേണം എഴുതാനായിട്ട്. 25ാമത്തെ ചോദ്യം, തീവ്ര യാഥാർത്ഥ്യങ്ങളിലൂടെയുള്ള സഞ്ചാരങ്ങളാണ് പ്രമോദ് രാമൻ്റെ കഥകൾ. തന്തത്താഴ് എന്ന കഥയെ ആസ്പദമാക്കി വിശദീകരിക്കുക. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതായത് ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് നമ്മൾ കേൾക്കുന്നൊരു വാർത്തയാണ് അച്ഛൻ മകളെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഈ കഥ എന്ന് പറയുന്നത്. അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വീടിനകത്ത് പോലും അവൾ സുരക്ഷിതയല്ല എന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ കഥ നമ്മിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി വേണം നിങ്ങൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാനായിട്ട്. 26ാമത്തെ ചോദ്യം, സ്ത്രീത്വത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളെ അനാവരണം ചെയ്യുന്ന കഥയാണ് രാച്ചിയമ്മ. ചർച്ച ചെയ്യുക. ഈ കഥയിൽ രാച്ചിയമ്മ എന്ന കഥാപാത്രം, അവൾക്ക് കഥാനായകനോട് തോന്നുന്ന സ്നേഹം, സൗഹൃദം, പിന്നീട് അത് ഒരു സഹോദര സ്നേഹമായി മാറുന്നതും ഏറ്റവും അവസാനം സൗഹൃദം ഒരു പ്രണയമായി മാറുന്നതുമായിട്ടുള്ള വിവിധ ഭാവങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. സ്ത്രീത്വത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളാണ് ഇതിലൂടെ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി വേണം നിങ്ങളിതിൻ്റെ ഉത്തരം എഴുതാനായിട്ട്. 27ാമത്തെ ചോദ്യമാണ് ഇനി പറയുന്നത്. ഇത് ഈ സെക്ഷനിലെ അവസാനത്തെ ചോദ്യമാണ്. വടക്കൻ പാട്ടുകളുടെ സവിശേഷതകൾ ഉണ്ണിയാർച്ച കൂത്ത് കാണാൻ പോയ കഥയുടെ പശ്ചാത്തലത്തിൽ വിവരിക്കുക. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ വ്യക്തമായി തന്നെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടാൽ മതി. വടക്കൻ പാട്ടിലെ സവിശേഷതകൾ മുൻനിർത്തിക്കൊണ്ട് വേണം നിങ്ങൾ ആറ്റുമണമേൽ ഉണ്ണിയാർച്ച എന്ന വടക്കൻ പാട്ടിനെ കുറിച്ച് എഴുതാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് എസ് എ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും നിങ്ങളോട് പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എസ് എ ക്വസ്റ്റ്യൻസ് ഒരിക്കലും വിട്ട് കളയരുത്. ഞങ്ങൾ വാല്യുവേഷൻ ക്യാമ്പിന് പോകുമ്പോൾ ഒരുപാട് കുട്ടികൾ എസ് എ വിട്ട് കളഞ്ഞതായി കാണാറുണ്ട്. അത് പലരും ചിലപ്പോൾ അറിയാത്തത് കൊണ്ടോ സമയമില്ലാത്തത് കൊണ്ടോ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ പ്രത്യേകം പറയുകയാണ്, നിങ്ങൾ ആദ്യം തന്നെ എസ് എ എടുത്ത് എഴുതാൻ നോക്കുക. കാരണം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസാണ് എസ് എ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം അത് എടുത്ത് എഴുതാൻ നോക്കുക. അങ്ങനെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ എസ് എ എഴുതുമ്പോൾ പാരഗ്രാഫ് തിരിച്ച് ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ഹെഡിങ് ഒക്കെ കൊടുത്ത് നല്ല വൃത്തിയായി എഴുതാൻ നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു എക്സാം ടിപ്സാണ്. അപ്പോൾ പ്രത്യേകം പറയാൻ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, നിങ്ങൾക്കത് ഉപകാരപ്പെടും. 4th സെം വരെയും നിങ്ങൾക്ക് മലയാളമുണ്ട്. അതുകൂടാതെ യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് അറിയാനും കഴിയും. കഴിഞ്ഞ യൂണിവേഴ്സിറ്റി 3rd സെമസ്റ്റർ എക്സാമിൽ ഞാൻ പറഞ്ഞിട്ടുള്ള 13 ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ ഇത്തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണുക, മറക്കരുത്.
പിന്നെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ പാഠഭാഗങ്ങളുടെ എല്ലാം ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം വളരെ ഈസി ആയി തന്നെ എഴുതാനായിട്ട് സാധിക്കും. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.